നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. നമ്മൾ നവരാത്രി പൂജയാണല്ലോ ചെയ്തു പോരുന്നത്. ഇന്ന് നവരാത്രി പൂജയുടെ 6ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 5 പൂജകളും നിങ്ങളെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നൊക്കെ കേട്ടറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാര്യം ഇതിൽ പലരും ഈ നവരാത്രി പൂജ സ്വയമേവ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നതല്ലേ. അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരും. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഈ പൂജയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാം കേട്ടോ. അതെല്ലാം ഞാൻ നിർദ്ദേശം തരാം. ഒന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങളങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ ആയിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ആചരിച്ച് തുടങ്ങാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. തീർച്ചയായിട്ടും തുടങ്ങാം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള 5 പൂജകൾ നിർവഹിച്ചില്ലെങ്കിൽ അത്രയും അതിൻ്റെ കുറവുണ്ടാവും. നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പുണ്യത്തിൻ്റെ കുറവുണ്ടാവും. പക്ഷേ ഇനിയുള്ളത് കിട്ടുമല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും വേണമെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയുള്ള പൂജകൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. മുന്നേ തന്നെ ചെയ്തു വരുന്നത് വളരെ ഉത്തമമാണ്. അടുത്ത വർഷം നമുക്ക് ആദ്യം മുതലേ ചെയ്തു വരണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കാത്യായനി എന്ന് പറയുന്ന ഭഗവതിയെയാണ് ധ്യാനിക്കാനുള്ളത്. കാത്യായനി ഭഗവതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ലളിതമായിട്ടൊന്ന് പറഞ്ഞുതരാം. കാത്യായനൻ എന്ന് പറയുന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. വളരെ വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിന് മഹേശ്വരി പാർവതീദേവി തൻ്റെ മകളായിട്ട് പിറക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പരമശിവനെ തപസ് ചെയ്തു. ആ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷനാക്കിയിട്ട് എനിക്ക് പരമേശ്വരി എൻ്റെ മകളായിട്ട് പിറക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ അങ്ങനെ അത്രത്തോളം ആശിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായി വരും. അങ്ങനെയാണ് മഹർഷിക്ക് കാത്യായനി എന്ന ഭാവത്തിൽ ദേവി മകളായി പിറക്കുന്നത്. കന്യകമാർക്ക് ഒരുപാട് മംഗളങ്ങൾ അരുളുന്ന ഒരു ദേവിയാണ് കാത്യായനി എന്ന് പറയുന്നു. കന്യകമാർക്കല്ല, സ്ത്രീജനങ്ങൾക്ക് പൊതുവിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ദേവിയാണ്. കല്യാണപരമായിട്ടുള്ള മംഗല്യം നടക്കാതിരിക്കുന്നവർക്ക്, അത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, കാത്യായനി ഭഗവതിയെ ധ്യാനിക്കുന്നത് വളരെ നന്നാണ്. അത് മംഗല്യസിദ്ധി നൽകുന്നതാണ്. മംഗല്യത്തിൽ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് കാത്യായനി ദേവി ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. നവരാത്രി ദേവിയായിട്ട് കാത്യായനിയെ നമ്മൾ ഭജിക്കുമ്പോൾ മംഗളത്വങ്ങൾ നമ്മുടെ എന്താ പറയുക, നമുക്ക് നല്ല നന്മകൾ ഒരുപാട് സമ്മാനിക്കാൻ ഈ ഭഗവതി ധ്യാനിക്കുന്നത് ഏറെ ഉത്തമമാണ്. മാത്രമല്ല ഈ ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവർദ്ധന ഉണ്ടായി വരും. പലതരത്തിലുള്ള ഈശ്വരാധീനം നഷ്ടപ്പെട്ട് കിടക്കുന്നവർക്ക് വീട്ടിൽ ഐശ്വര്യവർദ്ധന ഉണ്ടാവാനും ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കാത്യായനി ദേവിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് കാത്യായനി ദേവിയുടെ ചരിത്രങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ചാനലിൽ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലരും വാട്സപ്പ് ചാനലിൽ ഇനിയും ചേർന്നിട്ടില്ല. പലരും വിചാരിക്കുന്നത് ഇതിനെന്തോ ഫീസ് എങ്ങാനും ഉണ്ടെന്ന്. ഒരു ഫീസും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. എനിക്ക് നേട്ടത്തിനൊന്നുമല്ല. ഇതിനെക്കുറിച്ച് കാത്യായനി ദേവി എന്നല്ല, എല്ലാ വിവരങ്ങളും ഞാൻ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് ജോയിൻ ചെയ്തവർക്ക് അറിയില്ലേ. എനിക്ക് ഒരുപാട് സമയക്കുറവുണ്ട്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി ഞാനതിൽ കൂടുതൽ ചിലവഴിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വാട്സപ്പ് ചാനലിൽ ഇനിയും പ്രവേശിച്ചിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും എൻ്റെ ലിങ്ക് ഉണ്ട്, അതിലൂടെ ജോയിൻ ചെയ്താൽ മതി. ഒട്ടേറെ വിവരങ്ങൾ നമുക്ക്, പ്രത്യേകിച്ച് നവരാത്രി വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് എനിക്ക് അതിലൂടെ പറഞ്ഞുതരാൻ പറ്റും. മന്ത്രങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായ രീതിയിൽ നിങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ പ്രവേശിക്കാൻ ചാനലിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 94 96 36 77 02 എന്നുള്ള ഇതിൽ കാണിക്കുന്ന ഈ നമ്പറിൽ നിന്ന് വാട്സപ്പ് ചെയ്താൽ മതി. എൻ്റെ ലിങ്ക് ഒന്നുകൂടി അയച്ചു തരാം കേട്ടോ. പൂജാക്രമം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പൂജ പോലെ തന്നെയാണ്. അതായത് ഒരു പീഠത്തിന്മേൽ 5 തിരിയിട്ട് നിലവിളക്ക് വയ്ക്കുക. ഈ 5 തിരിയിട്ട് നിലവിളക്ക് വയ്ക്കുക എന്ന് പറയുമ്പോൾ ചിലർ നോക്കുമ്പോൾ 2 തിരി ചേർത്തിടുമ്പോൾ 10 തിരിയാവില്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. നാളം എന്നുള്ള സങ്കല്പമാണ്, 5 നാളം എന്നുള്ള സങ്കല്പമാണ്. 5 തിരിയായിട്ട് ഇടാം. 2 ഇങ്ങനെ കൈകൾ കൂപ്പി പിടിച്ച പോലെ നമുക്ക് ഇട്ട് 10 തിരിയായിട്ടും 5 നാളം തെളിയിക്കാം. ഭദ്രദീപം എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. നാളത്തിൻ്റെ എണ്ണമാണ് പ്രധാനം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തിരിയല്ല. കാര്യം ഒരു തിരി എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരുപാട് തിരികൾ ചേരണം. അപ്പോൾ നമുക്ക് അങ്ങനെ
ഒരു തിരിക്കകത്ത് കുറേ തിരിയുള്ളതുകൊണ്ട് അതിനെ എണ്ണൽ സംഖ്യയായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയൊന്നുമല്ല. അത് നാളത്തിൻ്റെ സങ്കല്പമാണ് പ്രധാനം കേട്ടോ. അപ്പോൾ 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് വയ്ക്കുക. ഇതിന് ഏറ്റവും രാത്രി എന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ലത് വൈകുന്നേരത്തെ സന്ധ്യയ്ക്ക് നമ്മൾ ഈ പൂജ ചെയ്യുന്നതാണ്. അതിന് സമയമില്ലാത്തവർക്ക് രാവിലെയും പൂജ ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് വൈകുന്നേരം ചില പൂജാവിധികൾ പടിഞ്ഞാറേക്ക് ചെയ്യാം, ദേവീ പൂജകളെല്ലാം പടിഞ്ഞാറേക്ക് ചെയ്യാം. പക്ഷേ ഈ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ചിലപ്പോൾ രാവിലെ ചിലർ കയറി പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരുന്ന് കളയും. രാവിലെ പടിഞ്ഞാറ് നിന്ന് പൂജ കഴിക്കില്ല, അത് കിഴക്കോട്ടാണ് ചെയ്യേണ്ടത്. വൈകുന്നേരം നമുക്ക് കിഴക്കോട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഏത് സമയവും കിഴക്കോട്ട് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പൂജ കിഴക്കോട്ട് തന്നെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു പീഠത്തിൽ നമ്മൾ നിലവിളക്ക് വെച്ച് 5 തിരി തെളിയിച്ചു. 5 തിരി തെളിയിച്ചതിന് ശേഷം നമ്മൾ ഒരു തട്ടത്തിലേക്ക് കുറച്ച് കുങ്കുമം എടുക്കണം. അതിനുശേഷം ഒരു തട്ടം അല്ലെങ്കിൽ ഒരു വാഴയില അല്ലെങ്കിൽ ഒരു വെറ്റില എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുങ്കുമം ഇടണം. കുങ്കുമം ഇട്ടതിന് ശേഷം ഒരു 1 രൂപ നാണയം അതിന് മുകളിലേക്ക് വയ്ക്കണം. വച്ചതിന് ശേഷം നമ്മൾ വിളക്കിനെ നോക്കി കൈകൾ കൂപ്പി തൊഴണം. എന്നിട്ട് ഈ മന്ത്രം ജപിക്കണം. ഓം ദുർഗാ പരമേശ്വരിയേ നമോ നമഃ എന്നിങ്ങനെ 18 ഉരു ജപിക്കണം. 18 ഉരു ജപിച്ചിട്ട് ഇനി പറയുന്ന മന്ത്രം 108 തവണ ജപിച്ച് വിളക്കിൻ്റെ ചുവട്ടിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ആ നാണയം കുങ്കുമം വച്ചിരിക്കുന്നില്ലേ അതിന് മുകളിലേക്കും ആയിട്ട് രണ്ടിടത്തായിട്ട് മാറി മാറി നമുക്ക് ഇടാം. അങ്ങനെ പുഷ്പങ്ങൾ അർച്ചിക്കണം. അപ്പോൾ മന്ത്രം ഇതാണ്, ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. ഓം കാത്യായനീ മഹാമായേ മഹായോഗിന്യത്യധീശ്വരീ നന്ദഗോപസുതം ദേവീപതിം മേ കുരുതേ നമഃ. ഇപ്രകാരമാണ് ഈ ധ്യാനം. ഈ ധ്യാനം നമുക്കൊരു പേപ്പറിലോ മറ്റോ എഴുതിയെടുത്ത് ജപിച്ച് അർച്ചിച്ചാൽ മതി. ചിലർക്ക് സംശയം, ഈ 108 എണ്ണൽ സംഖ്യ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? സാധാരണ മാല പിടിച്ച് ജപിച്ചല്ലേ നമ്മൾ എണ്ണിയിടുന്നത്. അപ്പോഴൊക്കെ തൊഴുത് പിടിക്കാനൊന്നും പറ്റുന്നില്ല, എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ പൂക്കൾ അർച്ചിക്കുമ്പോൾ എന്തായാലും ഒരു കൈ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചിട്ട് മാല ഉണ്ടെങ്കിൽ മാലയിൽ പിടിച്ച് നമുക്കിങ്ങനെ പുഷ്പങ്ങൾ അർപ്പിച്ച് ജപിക്കാം. പുഷ്പങ്ങൾ ഓരോ പുഷ്പങ്ങളായിട്ട് അർപ്പിച്ച് ജപിക്കാം. പക്ഷെ 108 എങ്ങനെ അറിയും? അതിന് മാർഗമുണ്ട്. ആദ്യമേ 108 പുഷ്പങ്ങളെ നമ്മൾ എടുത്ത് വയ്ക്കുക. ഒരു തട്ടത്തിലേക്ക് 108 അല്ലെങ്കിൽ ലച്ചീന്തിലേക്ക് 108 പുഷ്പങ്ങളെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ടാൽ മതി. അല്ലെങ്കിൽ 108 ചെറു കൂനകളായിട്ട് വയ്ക്കുക. ആ ഓരോ കൂനയും എടുത്ത് അത് വിളക്കത്തും ഈ നാണയത്തിലുമായിട്ട് ഇട്ടാൽ മതി. അർച്ചിച്ചതിന് ശേഷം കുറച്ച് പൂക്കളെടുത്ത് ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇതെല്ലാവർക്കും അറിയാമല്ലോ. ജപിച്ച് അർച്ചിക്കാം. ജപിച്ച് 5 മിനിറ്റ് ജപിച്ച് അതിന് ശേഷം ഈ പൂക്കളെ എൻ്റെ ചുവട്ടിലേക്ക് അർച്ചിക്കാം. ഇനി ലളിതാ സഹസ്രനാമം ജപിക്കാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം. ഓം ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ എന്നുള്ള മന്ത്രം 108 ഇതിനു മുന്നിൽ നിന്ന് ഉരുവിടാം. ദേവീ മന്ത്രങ്ങൾ അഷ്ടോത്തരം അറിയെങ്കിൽ അഷ്ടോത്തരം ജപിക്കാം. എന്തോ ആവാം കേട്ടോ. ഇവിടെ ദേവീ മന്ത്രങ്ങൾ എന്തും ജപിക്കാം, നിങ്ങളുടെ സമയം പോലെ ജപിക്കാം. ജപിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പുഷ്പം എടുത്ത് ഓം മഹാദേവി നമോസ്തുതേ എന്ന് 8 ഉരു പറയണം. ഈ പൂക്കളെടുത്ത് നമ്മുടെ ഈ താടിയുടെ ആ ഭാഗം വരുന്ന അത്രയും പിടിച്ചിട്ട് ജപിച്ച് വിളക്ക് ചോട്ടിലേക്ക് ഇടുക. ശേഷം നമ്മൾ 6 നാരങ്ങാമുറി എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ച് നാരങ്ങാ വിളക്ക് തെളിയിച്ച് ഈ വിളക്കിനും അതുപോലെ തന്നെ ഈ തട്ടത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നാണയം ഇരിക്കുന്ന കുങ്കുമം ഇരിക്കുന്ന അത് എവിടെയാണോ അതിന് ഒഴിഞ്ഞ് ആ വിളക്കിന് ചുവട്ടിലേക്ക് വയ്ക്കുക. പിന്നെ ദുർഗാഭഗവതിയുടെ ചിത്രം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നിലാണ് വിളക്കൊരുക്കുന്നതെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. അതില്ലെങ്കിലും വിഷമമൊന്നും വേണ്ട, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഇതിൽ ഏതൊരു പൂജയും ഗുരുഗണപതി സങ്കല്പത്തിലൊക്കെ വേണം
എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ വേണമെന്ന്. ഈ വിളക്കും പൂജയിൽ അങ്ങനത്തെ ഒന്നുമില്ല. ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു നവദുർഗാ പൂജ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ വിശാലാർത്ഥത്തിലുള്ള പൂജകളുണ്ട്. ഞാനീ ചെയ്യുന്ന പൂജ വൈകുന്നേരം തുടങ്ങുന്ന പൂജ രാത്രി 12 മണിയോളം നീളുന്ന സപരിവാര വിധിയിൽ ചെയ്യുന്ന പൂജയായിരിക്കും ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങളെ പഠിപ്പിച്ചാൽ മതിയോ? അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ്വാഭാവികമായിട്ടൊരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രായമായ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പൂജാവിധാനങ്ങൾ അധികം ദീർഘിപ്പിക്കാതെ നിങ്ങളെ പഠിപ്പിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. ഇത് തന്നെ പ്രയാസമുണ്ടെന്ന് പറയുന്നവർ ധാരാളം ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ല. നമുക്ക് ഓരോ പടിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാന്നേ. ഹിന്ദു വിഷൻ ചാനലിലൂടെ ഞാൻ നിങ്ങളെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുക. ആദ്യമേ കുട്ടിക്ക് നടക്കാനാണ് പഠിക്കേണ്ടത് അല്ലേ? അപ്പോൾ വേച്ച് വെച്ച് വീഴും. അത് കഴിഞ്ഞിട്ടാണ് ഓരോ സ്റ്റെപ്പുമായിട്ട് പോകുന്നത്. നമുക്ക് പൂജാക്രമങ്ങൾ പഠിക്കാം, പഠിച്ച് ചെയ്യാം, എല്ലാം ചെയ്യാം കേട്ടോ. ആദ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യും. നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ കുറച്ച് പുഷ്പം എടുത്തിട്ട് ഓം കാത്യായനീ ദേവി നമോസ്തുതേ എന്ന് പറഞ്ഞ് പുഷ്പം ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഇടുക. എന്നിട്ട് തൊട്ട് നെറ്റിയിലേക്ക് വയ്ക്കുക. വിളക്കിൻ്റെ ചുവട് തൊട്ട് നെറ്റിയിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിലിരിക്കുന്ന നാണയമില്ലേ, ആ നാണയം എടുത്ത് നമ്മൾ മാറ്റി, കഴിഞ്ഞ ദിവസങ്ങളിൽ 5 നാണയം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 6ാമത്തെയായി മാറ്റി വയ്ക്കുക. എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്കിത് 9ാമത്തെ ദിവസം എടുക്കാനുണ്ട്. ഇനി ഈ ഇതിലിരിക്കുന്ന പ്രസാദം ഒരു ടിന്നിലേക്ക് തട്ടി വയ്ക്കുക. ഇത് 1 വർഷം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഈ പ്രസാദം എല്ലാം കൂടെ കൂട്ടിക്കലർത്തിയത് നവദുർഗമാരുടെ. ഈ ഇലച്ചീന്ത നേരത്തെ പറഞ്ഞ പോലെ കന്നിമൂലയിലോ മറ്റേ ആൾ ചവിട്ടാത്തൊരിടത്തേക്ക് ഇടാം. ഇനി എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നിലവിളക്ക് കെടുത്തി നമുക്ക് ഇന്നത്തെ പൂജ ശുഭ സമാപ്തിയിലെത്തിക്കാം. ഇനി അടുത്ത ദിവസത്തെ പൂജ അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കൊക്കെ ഈ പൂജയൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് മേടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ പേര്, വയസ്സ്, നക്ഷത്രം ഇവ പറഞ്ഞ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തും. ഇവിടെ പൂജ ചെയ്യല്ലേ, ഞാനും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂജ, ഓരോ പുഷ്പാഞ്ജലി എന്നെക്കൊണ്ട് കഴിയുന്നത് നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. കാര്യം ഇത് അഡ്മിൻ നമ്പറാണ്. നിങ്ങളുടെ പേര്, സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകും. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ 7ാമത്തെ പൂജാക്രമവുമായിട്ട് കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ അയ്യർ.